ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ വേറൊരു കാര്യം പറയുന്നുണ്ട്. സ്ക്വിഡ് ഗെയിം അതിന്റെ സീസൺ 2 നമ്മൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി 2 ഭാഗങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ആദ്യ ഭാഗവും രണ്ടാമത്തെ ഭാഗവും അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തെ ഭാഗം എനിക്ക് കാണണമെങ്കിൽ അത് നമ്മുടെ ഈ ഒരു ചാനലിലല്ല, സീരീസ് ചാനലിലാണ് മൂന്നാമത്തെ ഭാഗം മുതൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നത്. സോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കമന്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ഭാഗം കാണാൻ തുടങ്ങാൻ പറ്റും. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സാധാരണ പയ്യൻ, പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത വളരെ ബോറിംഗ് ആയിട്ടുള്ള ലൈഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. ഒരു ദിവസം അവൻ സ്കൂളിലേക്ക് പോയ സമയത്ത് പെട്ടെന്ന് അവിടെ എന്താ സംഭവിച്ചതെന്ന് അവന് യാതൊന്നും ഓർമ്മയില്ല. പിന്നീട് കണ്ണു തുറന്നു നോക്കുമ്പോൾ വളരെ മൃഗീയമായിട്ടുള്ള ഒരു കാര്യമാണ് കാണുന്നത്. അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരൻ അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ചെയ്യല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല. അതൊരു മരണ ഗെയിമായിരുന്നു. അതിൽ നിന്നും പിന്മാറാനോ രക്ഷപ്പെടാനോ പറ്റില്ല. ഒരേ ഒരു ഓപ്ഷൻ, അത് ആ ഒരു ഗെയിം കളിക്കുക തന്നെ. ആ ഗെയിമിൽ ജയിച്ചാൽ ജീവിക്കാൻ പറ്റും, ആ ഗെയിമിൽ തോറ്റാൽ മരണപ്പെടും. എന്നാൽ ഇതിന്റെ പിന്നിൽ എന്താണെന്ന് പോലും അറിയാതെ ആ ചെറുപ്പക്കാരൻ ആ ഗെയിം കളിക്കാൻ തുടങ്ങുകയാണ്. ഹറുഷിക്കോ. അവന് പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക, ആ കാര്യമാണ് നമ്മൾ ഈ ഒരു കഥയിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോവുകയല്ലേ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കഥാനായകനായിട്ടുള്ള ഹറുഷിക്കോയെ കാണിക്കുകയാണ്. പേര് തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ടല്ലേ. എന്തായാലും ചെറുക്കനായിട്ടുള്ള ഈ ഹറുഷിക്കോ സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. എന്നാൽ സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോകാനൊന്നും അവന് യാതൊരു താല്പര്യമില്ല. ഭയങ്കര ബോറിംഗ് ആണ്. ഇതെന്തൊരു ലൈഫാണിത്, എനിക്ക് മടുത്തുപോയി. എന്തിനാ ദൈവമേ എനിക്ക് ഇങ്ങനൊരു ലൈഫ് തന്നേന്ന് പറഞ്ഞിട്ട് പെറുപെറുത്തുകൊണ്ട് യാതൊരു താല്പര്യമില്ലാതെയാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. ഇതിനുശേഷം ഉണ്ടല്ലോ സീൻ ഒറ്റയടിക്കങ്ങോട്ട് മാറുകയാണ്. ഹറുഷിക്കോ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവനിപ്പോ അവന്റെ ക്ലാസ് മുറിയിലാണ്. എന്താണ് ഈ ക്ലാസ് മുറിയിൽ സംഭവിച്ചതെന്ന് അവന് ഓർമ്മ കിട്ടുന്നില്ല. എന്നാൽ ചുറ്റും നോക്കുമ്പോൾ വളരെ ഭീകരമായിട്ടുള്ള കാഴ്ചകൾ കാണുകയാണ്. ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം കുട്ടികളും തല പൊട്ടിച്ചിതറി മരണപ്പെട്ടു കിടക്കുകയാണ്, രക്തത്തിൽ കുളിച്ചുകൊണ്ട്. ഇപ്പോഴാണ് ഒരു സ്വബോധം തിരിച്ചു കിട്ടിയതുപോലെ അവനാകുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത് എന്നൊന്നും തിരിയുന്നില്ല. എന്നാൽ തൊട്ടടുത്ത് തന്നെ അവന്റെ കൂട്ടുകാരനുണ്ടായിരുന്നു, അക്കീമോട്ടോ. അപ്പൊ ഈ അക്കീമോട്ടോ അവനെ നോക്കിയിട്ട് പറയാണ്, ഡാ അനങ്ങരുതേ, അനങ്ങിയ നീ അപ്പ തന്നെ ചത്തുവെന്ന് പറയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വീണ്ടും ഹറുഷിക്കൊക്കെ മനസ്സിലാവുന്നില്ല. അനങ്ങാതെ അവനും അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോഴാണ് അക്കീമോട്ടോ ഹഷുറിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇവരുടെ ക്ലാസ് മുറിയുടെ മുന്നിലായിട്ട് ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ ഒരു പ്രത്യേക രീതിയിലുള്ള പംകിൻ, അതായത് മത്തങ്ങയിലൊക്കെ ചെയ്തു വെച്ചതുപോലെയുള്ള ഒരു തലയുടെ രൂപമുണ്ട്. ആ രൂപം എന്തൊക്കെയോ പാട്ടുകൾ ഇങ്ങനെ പാടും. അത് കഴിഞ്ഞതിന് ശേഷം ആ തല ഒറ്റ തിരിയലാണ്. അപ്പൊ നമ്മൾ ആരെങ്കിലും അനങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കളിയിൽ നമ്മൾ തോറ്റാ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ദാ ഈ കാണുന്നത് പോലെ തന്നെ അനങ്ങിയ ആൾക്കാരുടെ തല പൊട്ടിച്ചേറിപ്പോവും. അപ്പോ ഈ പാവ ഇവരെ നോക്കുന്ന സമയത്ത് ഇവരനങ്ങാതിരിക്കണം. കുറെ ആൾക്കാരൊക്കെ അതിന്റെ അടുത്തേക്ക് പതിയെ പോവാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഈ ഒരു പാവ അവരെ തിരിഞ്ഞു നോക്കും. എല്ലാത്തിന്റെയും തല പൊട്ടിച്ചെതറിപ്പോവാണ്. ഈ തല ഇങ്ങനെ പൊട്ടുന്നതിന്റെ കൂടെ രക്തം മാത്രമല്ല, ചുവന്ന നിറത്തിലുള്ള ഗോലികൾ കൂടെ പുറത്തേക്ക് തെറിച്ചു വരികയാണ്. ഇത് കണ്ട് എല്ലാവരും ആകെ പേടിച്ച് വിറച്ചു നിൽക്കുകയാണ്. ഈ സമയത്താണ് അക്കീമോട്ടോ ഇവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ പാവയുടെ, അതായത് ആ തലയുടെ പിന്നിലായിട്ട് ഒരു സ്വിച്ച് കണ്ടോ, എങ്ങനെയെങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് ചെന്ന് അതിന്റെ ആ ഒരു സ്വിച്ച് അമർത്തുകയാണെങ്കിൽ ഈ ഒരു ഗെയിമിൽ നമ്മൾ തീർച്ചയായിട്ടും വിജയിക്കും, നമ്മൾ ആരും മരിക്കൂല. എന്നാൽ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഒരുത്തൻ ഓടിച്ചെന്ന് ആ സ്വിച്ച് ഇടാൻ നോക്കുമ്പോഴേക്കും ആ തല തിരിയാണ്. തിരിഞ്ഞപാട് തന്നെ ഇവൻ അനങ്ങുന്നതല്ല കാണുന്നത്, ഇവന്റെ തല അപ്പൊ തന്നെ പൊട്ടിച്ചെതിരി പോകുന്നുണ്ട്. എന്നാൽ ഇതുകൂടെ കണ്ട സമയത്ത് അക്കീമോട്ടോ പറയാണ്, വളരെ സാവധാനമേ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഹറുഷിക്ക് ഒരു കാര്യം കണ്ടിട്ട് പറയാണ്, അക്കീമോട്ടോ അത് നടക്കുന്നു തോന്നില്ല. കാരണം അതിന് പിന്നിലായിട്ട് ആ ടൈമർ റൺ ചെയ്ത് കണ്ടോ, ഇനി 1 മിനിറ്റ് കൂടെ ഉള്ളൂ ഈ ഒരു ഗെയിം ഫിനിഷ് ചെയ്യാനായിട്ട് ഇവർക്ക് സമയമുള്ളൂ. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഇത് ഫിനിഷ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും മരിക്കുന്ന തോന്നുന്നത്. അപ്പൊ ഈ ടൈമറിന്റെ കാര്യം കൂടെ മനസ്സിലാക്കിയപ്പോൾ ധൃതിയോട് കൂടിയിട്ട് കുറച്ചധികം ആൾക്കാർ ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാവരും മരിക്കുകയല്ലാതെ ആർക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം ആകെ ബാക്കിയായിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ കഥാനായകനായിട്ടുള്ള ഹറുഷിക്കോ, അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരൻ അക്കീമോട്ടോ ആണ്. ഇപ്പൊ അക്കീമോട്ടോ ഹറുഷിക്കോട് പറയുന്നുണ്ട്, എടാ എന്തായാലും നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഒരു കാര്യം ചെയ്യും, അത് തിരിയുന്ന സമയത്ത് നീ എന്റെ പുറത്ത് ചവിട്ടിയിട്ട് ഒരൊറ്റ ചാട്ടത്തിന് ആ ഒരു സ്വിച്ച് പോയി തൊടും. ഇത് ചെയ്യാനായിട്ട് ഹറുഷിക്കോക്ക് യാതൊരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. എന്നാൽ അക്കീമോട്ടോ പറഞ്ഞതുകൊണ്ട് അവനത് ചെയ്യാണ്. അവന്റെ പുറത്ത് കയറി ചാടി പറന്നു ചെന്ന് അവൻ ആ ഒരു സ്വിച്ച് ഇടുകയാണ്. അപ്പൊ തന്നെ ആ ഒരു ഗെയിം അവിടെ തീരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അക്കീമോട്ടോ ചാടി എഴുന്നേൽക്കുകയാണ്, എടാ നമ്മൾ ജയിച്ചതെന്ന് പറയണം. എന്നാൽ അടുത്ത നിമിഷം തന്നെ അക്കീമോട്ടോയുടെ തലയും പൊട്ടിച്ചെതറുകയാണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ ഗെയിമിൽ ഒരേ ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ, ആ സ്വിച്ച് ഇടുന്ന ആൾക്ക് മാത്രം. അങ്ങനെയാണെങ്കിൽ സ്വിച്ച് ഇട്ടത് ഹറുഷിക്ക് മാത്രമാണല്ലോ, അതുകൊണ്ട് അവന് മാത്രമേ ജീവൻ തിരിച്ചു കിട്ടുള്ളൂ. ഒന്നും അറിയാതെ ഞെട്ടിത്തരിച്ച് അവനങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നമുക്ക് പോവാം. ഹറുഷിക്കോ, ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നിനോടും വലിയ താല്പര്യമൊന്നുമില്ല, വെറും മടിയനാണ്. ചുമ്മാ വീട്ടിൽ ഗെയിം കളിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ പറയാണ്, മതിയടാ നിർത്തടാ സ്കൂളിൽ പോ. അങ്ങനെ യാതൊരു താല്പര്യമില്ലാതെ സ്കൂളിലേക്ക് പോവാണ്. ബേസിക്കലി ഇവന് യാതൊരു പ്രശ്നവുമില്ല. ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ കുത്തില്ലേ, അങ്ങനത്തെ ഒരു പരിപാടി, ആ അസുഖം ഉണ്ടാവന്. എന്തായാലും അമ്മയുടെ നിർബന്ധം പ്രകാരം നേരെ സ്കൂളിലേക്ക് പോവാണ്. അവിടെ വെച്ച് അവന്റെ കൂട്ടുകാരനായിട്ടുള്ള അക്കീമോട്ടോയെ കാണുകയാണ്. ഇപ്പൊ കുറച്ചു നേരം മുന്നേ മരിച്ചുപോയില്ലേ, അതേ അക്കീമോട്ടോ തന്നെ. അങ്ങനെ ഇവർ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ ഒരു പെൺകുട്ടി അതിലൂടെ പോകുന്നുണ്ട്. അവളുടെ പേരാണ് ടക്കാഷി. ഈ ടക്കാഷിയോട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഹറുഷിക്കോയ്ക്ക് വല്ലാത്തൊരു ക്രഷ് ഉണ്ട്.
പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരനായിട്ടുള്ള അക്കിമോട്ടോയുടെ വരെ പറയുന്നുണ്ട്, എടാ അവള് സംതിങ് സ്പെഷ്യലാണ്. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് ഇവർ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സ്കൂളിൽ തന്നെ റൗഡിയെ കാണിക്കുകയാണ്. ഒരു 4-5 പേരെ ചുമ്മാ ഇട്ട് തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അവന്റെ പേര് ഇച്ചിക്കാൻ കേട്ടോ. ഇതിനുശേഷം ഇവരെല്ലാവരും ക്ലാസ് റൂമിലേക്ക് ചെല്ലുകയാണ്. സാറ് വരുന്നുണ്ട്, പിന്നീട് ക്ലാസ് എടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഹറൂഷിക്ക് എന്താ ചെയ്യാ, കിടന്നുറങ്ങുക. അപ്പൊ അവന്റെ തലയിൽ ഒരു ചോക്കറിനിട്ട് നീ കിടന്നുറങ്ങിക്കോടാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മാഷി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ അപമാനിക്കുകയാണ്. ഇതിനുശേഷം മാഷി വീണ്ടും ക്ലാസ് എടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഈ മാഷിന്റെ തല പൊട്ടിച്ചെറിയിട്ട് ആ പംകിൻ തല പോലെ ആകുന്നതും ആ പംകിൻ തല പിന്നീട് ഈ പിള്ളേരെ വെച്ച് ഗെയിം കളിക്കുന്നതും പിന്നെ നമ്മൾ കണ്ടതാണല്ലോ എന്താ സംഭവിച്ചതെന്ന്. അവസാനമായിട്ട് ബാക്കിയായത് നമ്മുടെ ഹറൂഷിക്കോ മാത്രമാണ്. ഇപ്പൊ ഹറൂഷിക്കോ നോക്കിയിട്ട് ഈ ഒരു പാവത്തല പറയാണ്, ഡാ നീ വെറും ഒരു എലിയാണ്. നീ എലിയാണെങ്കിൽ നിന്നെ തേടി ഒരു പൂച്ച വരാതിരിക്കില്ലല്ലോ. പൂച്ച വരുന്നുണ്ട്, അതായത് അവനെ വേട്ടയാടാനായിട്ട് ഒരു പൂച്ച വരുന്നുണ്ട്. ഇത് കേട്ട് പേടിച്ച് അവൻ ക്ലാസ്സിന്റെ പുറത്തേക്ക് ഓടുകയാണ്. അതേ സമയത്ത് തന്നെ അവന് ക്രഷ് തോന്നിയ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, തക്കാഷിയും ഈ പറഞ്ഞതുപോലെ പേടിച്ച് വിറച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വരികയാണ്. എന്താ പറ്റിയത്, നിന്റെ കൂടെയുള്ളവരൊക്കെ എവിടെയെന്ന് ഇപ്പോ ഹറൂഷിക്ക ചോദിക്കുമ്പോൾ എന്താണോ നിനക്ക് പറ്റിയത് അത് തന്നെ എന്റെ കൂട്ടുകാർക്കും എനിക്കും പറ്റിയത്. അതായത് അവളുടെ ക്ലാസ് മുറിയിലും ഇതേ സംഭവം തന്നെ നടന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും പിന്നെ പോലീസിനെ വിളിച്ചു നോക്കാം. ഇതും പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ യാതൊരു സിഗ്നലും കിട്ടുന്നില്ല. ഒരു കാരണവശാലും പുറത്തേക്ക് ആരെയും വിളിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഈ സ്കൂൾ വിട്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാന്ന് കരുതിയിട്ട് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ സ്കൂളിന്റെ യാതൊരു ഡോറും ഓപ്പൺ ആവുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ അവിടെ ഇവർ രണ്ടുപേരും ട്രാപ്പ് ആയി കിടക്കുകയാണ്. ഓരോ ക്ലാസ് മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴും എന്താണോ ഇവരുടെ ക്ലാസ് മുറിയിൽ സംഭവിച്ചത് അതൊക്കെ തന്നെയാണ് അവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് പൊട്ടിത്തെറിച്ച തലകളല്ലാതെ അവിടെ ഒന്നും കാണുന്നില്ല. എന്നാൽ ഈ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടുത്തെ ആ ഒരു ഡോർ മാത്രം ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. ഇവർ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെയും കുറച്ചധികം സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. അതായത് ഓരോ ക്ലാസ് മുറിയിൽ നിന്നും ഇതുപോലെ സർവൈവ് ആയി വന്ന ആൾക്കാരാണ് അവർ. അതിൽ ചില ആൾക്കാരൊക്കെ ഈ എലിയുടെ ഡ്രസ് ഉണ്ടല്ലോ അതുപോലെയാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത്. മാത്രമല്ല അതിന്റെ ഫ്ലോറിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, പൂച്ചയ്ക്ക് അതിന്റെ മണി കെട്ടുന്ന ആൾക്ക് ജയിക്കാൻ പറ്റും. എന്നാൽ ആർക്കും ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. പൂച്ചയോ മണിയോ എന്തിവിടെ നടക്കുന്നത്? എന്നാൽ പെട്ടെന്ന് തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു കാര്യം സംഭവിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഫ്ലോർ അത് തുറന്നുകൊണ്ട് അതിനടിയിൽ നിന്നും വലിയൊരു പൂച്ചയുടെ ഒരു പ്രതിമ പൊന്തി വരുന്നുണ്ട്. ഇതുപോലെ പൊന്തി വന്നതിന് ശേഷം ഈ ഒരു പൂച്ച എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എലിയുടെ രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ, ഇവരെയൊക്കെ പോയിട്ട് കടിച്ച് തിന്നാൻ തുടങ്ങുകയാണ്. എല്ലാവരും വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങാണ് മരണഭയം കൊണ്ട്. ഈ സമയത്താണ് നമ്മുടെ ഹീറോ അതായത് ഹറൂഷിക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നതും അതുപോലെ ഓർക്കുന്നതും, അതായത് പൂച്ചയുടെ മണി അതിന്റെ കഴുത്തിൽ എത്തിക്കുന്നവർക്ക് ജയിക്കാൻ പറ്റും. അതേ നേരം തന്നെ മണി പോലെ തോന്നിക്കുന്ന ഒരു ബോൾ അവിടെ കാണുന്നുണ്ട്. അതിലൊരു ടൈമറും റൺ ആവുന്നുണ്ട്. മാത്രമല്ല ഈ പൂച്ചയുടെ കഴുത്തിന്റെ ഭാഗത്തായിട്ട് ഈ ബാസ്കറ്റ് ബോൾ ഇടില്ലേ അതുപോലൊരു സംഭവമുണ്ട്. അതിനർത്ഥം ഈ മണി പോലെയുള്ള ബോൾ എടുത്ത് അതിന്റെ ഉള്ളിലേക്ക് ഇടണം എന്നാണ്. അപ്പൊ ഹറൂഷിക്കു ഈ കാര്യം എല്ലാവരോടും പറഞ്ഞ സമയത്ത് ഇവരുടെ കൂട്ടത്തിൽ നന്നായിട്ട് വോളിബോൾ കളിക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു. ഇവൻ വേഗം പോയിട്ട് ആ ബോൾ എടുക്കുകയാണ്, അങ്ങോട്ടേക്ക് ഒരൊറ്റ എറിയാണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് അതിൽ പോയി വീഴുന്നുണ്ട്. എന്നാൽ ആ സമയം നോക്കി പൂച്ച ആ ഒരു ബോൾ ഒരൊറ്റ പിടുത്താണ്. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ, ആരാണോ ഈ ബോൾ എറിഞ്ഞത് അവന് നേരെ ഈ ഒരു ബോൾ എറിഞ്ഞ് അവനെ ഒറ്റ അടിക്ക് കൊന്നു കളയാണ്. ചുമരിൽ പോയിട്ട് ചമ്മന്തിയായി നിൽക്കുന്നുണ്ട്. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഓടാൻ തുടങ്ങി. അതായത് ഇവർക്കൊന്നും ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായി. എന്ന് ഈ സമയത്താണ് ഹറൂഷിക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ പൂച്ച വന്നിട്ട് എലിയുടെ വസ്ത്രം ധരിച്ച ആൾക്കാരുണ്ടല്ലോ അവരെ മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പൊ അവരുടെ എല്ലാവരുടെയും വസ്ത്രം ഊരി കളയാൻ പറഞ്ഞപ്പോ പൂച്ച ഇപ്പോ ഒന്നും ചെയ്യാതെ അടങ്ങി അവിടെ ഇരിക്കുകയാണ്. എന്നാൽ അല്പസമയം കൊണ്ട് തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നോർമലായിട്ട് വസ്ത്രം ധരിച്ച ആൾക്കാരെയും ഈ പൂച്ച കഴിക്കാൻ തുടങ്ങുകയാണ്. അതായത് ഈ എലി ഡ്രസ് ഉണ്ടല്ലോ അത് ധരിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവർ മാത്രമേ പിടിക്കുള്ളൂ. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എല്ലാവരെയും കഴിക്കും. അതാണ് ഈ പൂച്ചയുടെ ഒരു റൂൾ എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായാണ്. ഇതിനിടയിൽ നമ്മുടെ ടക്കാശി ആ ഒരു പൂച്ചയുടെ മുന്നിൽ പെട്ടുപോണ്. അവളെ കഴിക്കാനായിട്ട് ഈ പൂച്ച വായും തുറന്ന് അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റെക്ക് ആവുകയാണ്. നോക്കുമ്പോ എന്താ നമ്മുടെ ഹറൂഷിക്കോ ആ ഒരു എലിയുടെ വസ്ത്രം ഇട്ട് ധരിക്കുകയാണ് കേട്ടോ. അതിട്ട് കഴിഞ്ഞാൽ എലി അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പൊ അവനെ കഴിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ഹറൂഷിക്കോ എന്തോ ഒരു ശബ്ദം എവിടുന്നോ കേൾക്കുകയാണ്. നോക്കുമ്പോ എന്താ ഈ പൂച്ച സംസാരിക്കുന്ന കാര്യമാണ് അവൻ കേൾക്കുന്നത്. പക്ഷേ ഈ ഒരു വസ്ത്രം ഇട്ടാൽ മാത്രമേ ആ ഒരു കാര്യം കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ പൂച്ച പറയുന്ന കാര്യം എന്താ വെച്ചാൽ അതിന്റെ മുതുക് ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ട്, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ, ഒന്ന് ചൊറിഞ്ഞിരുവന്ന. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഹറൂഷിക്കോ ആ ഒരു പൂച്ചയുണ്ടല്ലോ പാവപ്പൂച്ചയാണ് അതിന്റെ പുറത്തേക്ക് പാഞ്ഞു കയറിയിട്ട് മാന്തി കൊടുക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ തന്നെ അത് ലൈറ്റ് ആയിട്ട് ഒന്ന് കൂളാവുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ള എല്ലാവരോടും ഓടി വന്നിട്ട് ചൊറിഞ്ഞു കൊടുക്കാൻ പറയാണ്. മേ ബി ഇത് ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാവരും ഓടി വന്നിട്ട് അതിന്റെ പുറം ചൊറിഞ്ഞു കൊടുത്തപ്പോൾ എല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ പൂച്ച ലൈറ്റ് ആയിട്ടൊന്ന് മയങ്ങുന്നുണ്ട്. ഇതിനുശേഷം ആ ഒരു ബോൾ അതായത് മണി പോലെയുള്ള ഒരു സാധനം അതിന്റെ കഴുത്തിലെ ആ ഒരു ബാസ്കറ്റ് ബോളിന്റെ ആ ഒരു ഇടുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ കിടാൻ നിൽക്കുമ്പോൾ ബാക്കി ആരും ഇതിന് സമ്മതിക്കുന്നില്ല. കാരണം ഹറൂഷിക്ക് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഗെയിമിൽ അവൻ മാത്രമായിരിക്കും വിജയിക്കുക. ബാക്കിയുള്ള എല്ലാവരും കഴിഞ്ഞ റൗണ്ടിൽ മരിച്ചതുപോലെ മരിച്ചു പോയാലോ ഇതും പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ബഹളത്തിൽ ഉറങ്ങിക്കിടന്ന ആ ഒരു പൂച്ച അത് വീണ്ടും എഴുന്നേൽക്കുകയാണ്. അതിന്റെ നഖവും അതുപോലെ തന്നെ വായും കൊണ്ട് വീണ്ടും കുറച്ചുപേരെ കൊന്നു കളയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നും ഇവർക്ക് ആർക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല. ഈ സമയത്താണ് ഹറൂഷിക്കോയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നത്. ഐഡിയ തോന്നിയത് തന്നെ അവിടെ പൊട്ടിക്കിടക്കുന്ന ഒരു ബാസ്കറ്റ് ബോൾ കണ്ട സമയത്താണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാശയും കൂട്ടിയിട്ട് ആ പൊട്ടിയ ബാസ്കറ്റ് ബോളും അതുപോലെ തന്നെ ആ ഒരു മണി ഉണ്ടല്ലോ പൂച്ചയുടെ കഴുത്തിലിടണ്ട അതും കൂടി എടുത്തുകൊണ്ട് അപ്പുറത്തുണ്ടായിരുന്ന റൂമിലേക്ക് ഓടി കയറുകയാണ്. പിന്നീട് അവർ പുറത്തേക്ക് വന്ന സമയത്ത് അവരുടെ രണ്ടുപേരുടെ കയ്യിലായിട്ട് ഒരു പൊതിയുണ്ട്.
അതായത് ഒന്നിൽ ബാസ്കറ്റ് ബോളും മറ്റൊന്നിൽ ഇതുപോലെ ആ ഒരു മണിയാണ്. എന്നാൽ അത് ഏതാണെന്ന് തിരിയില്ല, കാരണം അത് മുഴുവനായിട്ടും ഒരു തുണി വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിനാണ് ഇവർ രണ്ടുപേരും ആ ചെറിയ റൂമിന്റെ ഉള്ളിലേക്ക് പോയത്. ഇതിനുശേഷം നമ്മുടെ തക്കാഷി അതുപോലെ തന്നെ ഹറുഷിക്കോ രണ്ടുപേര് രണ്ട് ഡയറക്ഷനിൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പൂച്ചയ്ക്ക് കൺഫ്യൂഷൻ ആവാണ്, ഇതിലേതാണ് യഥാർത്ഥ മണിയെന്ന് അതിന് തിരിയുന്നില്ല. എന്നാൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് ഹറുഷിക്കോയുടെ ആ ഒരു പൊതി ചെറുതായിട്ടൊന്ന് മാറിപ്പോവാണ്. ആ മാറിയ സമയത്തുണ്ടല്ലോ അതിൽ ആ ഒരു ബാസ്കറ്റ് ബോൾ ഇപ്പോ ഈ ഒരു പൂച്ച കാണുകയാണ്. അതിനർത്ഥം യഥാർത്ഥത്തിൽ ആ ഒരു മണിയുള്ളത് തക്കാഷിയുടെ പൊതിയിലല്ലേ. അതുകൊണ്ട് തന്നെ തക്കാഷി എറിയാൻ നിൽക്കുന്ന ആ ഒരു ബോളിനെ ഈ പൂച്ച തടുക്കാൻ നിൽക്കുകയാണ്. അതിന്റെ ശ്രദ്ധ ഇപ്പൊ നേരെ അങ്ങോട്ടേക്കാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു ബോൾ ഉണ്ടായിരുന്നത് ഹറുഷിക്കയുടെ കയ്യിൽ തന്നെയാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ നേരത്തെ പൊട്ടിയ ഒരു ബാസ്കറ്റ് ബോൾ കണ്ടായിരുന്നില്ലേ, അതിന്റെ ആ ഒരു കീറിയ ഭാഗം എടുത്തിട്ട് ഈ മണിയുടെ മുകൾ ഭാഗത്ത് വെച്ചു. എന്നിട്ട് തുണി കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ട് ആ തുണി ചെറുതായിട്ടൊന്ന് മാറ്റി. അപ്പോ ഈ പൂച്ച കാണുമ്പോൾ എന്താ വിചാരിക്കുക, ഇതിലാണ് ബാസ്കറ്റ് ബോൾ എന്ന്. ശരിക്കും പൂച്ച ഇവിടെ പറ്റിച്ചിരിക്കുകയാണ് അവര്. അപ്പൊ പൂച്ചയുടെ ശ്രദ്ധ ഇപ്പോ തക്കാഷിയുടെ മേത്തേക്ക് പോയ സമയത്ത് ഹറുഷിക്കോ ആ ഒരു മണിയെടുത്ത് ഒരൊറ്റ എറി കൊടുക്കുകയാണ്. ഇത്രയും വെൽ പ്ലാൻ ആയിട്ട് ഇത് ചെയ്തെങ്കിലും അവസാന നിമിഷത്തിൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. കറക്റ്റ് ആയിട്ട് ആ ഒരു ബോൾ വീഴുന്നതിന് പകരം ആ കമ്പിയിൽ തട്ടി തെറിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്തിന് കറക്റ്റ് ആയിട്ട് ഒരാൾ ചാടി വരികയാണ്. മറ്റാരുമല്ല, ഇച്ചിക്ക, ആ സ്കൂളിലെ റൗഡി എന്ന് പറയാം. അവൻ ചാടി വന്ന് ആ ഒരു മണി പിടിക്കുകയാണ്. മാത്രമല്ല പെട്ടെന്ന് തന്നെ അവൻ അതിന്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ ആ ഒരു പൂച്ച അത് നിശ്ചലമാകുകയാണ്. അതായത് ആ ഒരു ഗെയിം അത് പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ഇതിനുശേഷം ഇച്ചിക്കയുടെ സ്വഭാവം മാറുകയാണ്. അതായത് ഇവർ മൂന്നുപേരും പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഈ ഒരു ഗെയിം വിൻ ചെയ്തത്. നമ്മുടെ ഹറുഷിക്കോ അതുപോലെ തന്നെ ടക്കാഷി, ഇപ്പൊ ഈ ഇച്ചിക്ക. അതുകൊണ്ട് നമ്മളാണ് ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ബാക്കിയുള്ള ആരും ജീവനോടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇച്ചിക്ക തന്നെ എല്ലാവരെയും കൊന്നുകളയാണ്. ഈ ഒരു കാര്യം ഹറുഷിക്കോ അതുപോലെ തന്നെ തക്കാഷി ഇവർക്ക് രണ്ടുപേർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. തക്കാഷി ഈ ഒരു കാര്യം അവനോട് ചോദിക്കാൻ നിൽക്കുമ്പോൾ ദേഷ്യം വന്ന് തക്കാഷി അവൻ കൊല്ലാൻ വരികയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ പൂച്ചയുടെ വായിൽ നിന്നും ഒരു പുക വന്ന് എല്ലാവരും ബോധം കെട്ട് വീഴുകയാണ്. എന്നാൽ ഈ സംഭവം, അതായത് സ്കൂളിൽ നടക്കുന്ന ഈ ഒരു സംഭവം ഇവർ മാത്രമല്ല അറിയുന്നത്, പുറത്തുള്ള ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആർക്കും സ്കൂളിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ നാട്ടുകാർ മുഴുവൻ സ്കൂളിന്റെ പുറത്തായിട്ട് തടിച്ചു കൂടിയിട്ടുണ്ട്. ന്യൂസിലൊക്കെ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ചാനലൊക്കെ മുഴുവൻ ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സ്കൂളിൽ മാത്രമല്ല, ലോകത്തുള്ള പല സ്കൂളുകളിലും ഈ സെയിം സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അവസാനം ബാക്കിയായ ആ ഒരു കുട്ടികൾ, അവർക്ക് എന്താ സംഭവിച്ചത്, അവരെവിടെ പോയി, ഇതൊന്നും ആർക്കും തിരിയുന്നില്ല. ഇത് പ്രധാനമായിട്ടൊരു ചർച്ചാവിഷയമായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. ഓരോ നഗരത്തിലേക്കും വെള്ള നിറത്തിലുള്ള ഒരു ക്യൂബ്, ഒരു ചതുരക്കട്ട ആകാശത്തിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഈ രണ്ട് കാര്യമാണ് ഇപ്പൊ ആൾക്കാർ മുഴുവനായിട്ടും ചർച്ച ചെയ്യുന്നത് കേട്ടോ. ഒരാൾക്ക് ഒരു എത്തും പിടികിട്ടുന്നില്ല എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന്. ചാനലിലൊക്കെ നോക്കുകയാണെങ്കിൽ ആൾക്കാരെ വിളിച്ച് ഇത് തന്നെയാണ് ചർച്ച. അപ്പൊ ചില ആൾക്കാരൊക്കെ ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ കാണുമ്പോൾ തന്നെ വിചിത്രമായിട്ട് തോന്നുന്ന ഒരാളുണ്ട് ആ കൂട്ടത്തിൽ. അയാൾ പറയാണ് ഇത് ടെററിസ്റ്റ് അറ്റാക്ക് ഒന്നുമല്ല, ഏലിയൻസ് ആണിത്. കാണാതായിരിക്കുന്ന കുട്ടികൾ മുഴുവൻ ആകാശത്തിൽ വന്നിരിക്കുന്ന ആ ഒരു വെള്ള ക്യൂബ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലായിരിക്കും. ചിലപ്പോൾ അവിടെ നിന്ന് സർവൈവ് ആയ കുട്ടികൾ ഇനി പുറത്തേക്ക് വരുമായിരിക്കും. ചാനലിൽ മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. തെരുവിൽ വീടില്ലാതെ കിടക്കുന്ന കുറെ പിച്ചക്കാരുണ്ടാവുമല്ലോ, അവര് വരെ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ വാർത്തയിലൂടെ ഈ കാര്യങ്ങളൊക്കെ ഇവർ കേട്ടോണ്ടിരിക്കുന്നത് ഒരു റേഡിയോ വഴിയാണ്. ആ റേഡിയോയ്ക്ക് ഇപ്പോൾ ചെറിയ എന്തോ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അതിലൂടെ പോയ മുടിയും താടിയൊക്കെ നീട്ടി വളർത്തിയ വേറൊരു പിച്ചക്കാരനുണ്ട്. അതിനൊരു തട്ടും കൊടുത്ത് ശരിയാക്കിയിട്ട് പോവാണ്. ഈ പിച്ചക്കാരനെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ, കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യം വരും. ഇതിനുശേഷം കാണിക്കുന്നത് ഒരു അടച്ചിട്ട വീട്. ആ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അവൻ ആരാണെന്നോ അവൻ എന്താണോ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടറിൽ എന്തോ ഒരു കാര്യം സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ അവന്റെ മുറിയിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാടധികം വ്യത്യസ്തമായിട്ടുള്ള പാവകള്. ശരിക്കും ഇവൻ ആരായിരിക്കും, എന്തായിരിക്കും ഇവൻ ചെയ്യുന്നത്? ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഹറുഷിക്കയെ കാണിക്കുകയാണ്. അവരിപ്പോ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവന്റെ വസ്ത്രഗാകം മാറിയിട്ടുണ്ട്. ഒരുമാതിരി ഒരു വെള്ള യൂണിഫോം പോലെ ആയിട്ടുണ്ട്. എന്നാൽ അവന്റെ തൊട്ടടുത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു. അത് തക്കാഷി ആയിരിക്കുമെന്ന് കരുതി നോക്കുമ്പോൾ അത് തക്കാഷിയല്ല. പകരം ഈ ഒരു പെൺകുട്ടിയെ അവൻ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. അവന്റെ കളിക്കൂട്ടുകാരിയാണ്, അവന്റെ ഒരു ഓൾഡ് ഫ്രണ്ട് എന്ന് പറയാം. ചെറുപ്പത്തിൽ ഇവർ ഒരുമിച്ചാണ് ഒരു സ്കൂളിൽ പഠിച്ചത്. എന്നാൽ വലുതായപ്പോൾ രണ്ടുപേരും രണ്ട് സ്കൂളിലേക്ക് പോയി. അപ്പൊ അവൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ എന്താണോ ഹറുഷിക്കോയ്ക്ക് സംഭവിച്ചത് അതുപോലെ തന്നെ അവൾക്കും സംഭവിച്ചു. അവൾക്കും അറിയില്ല എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന്. ഇവരെ കൂടാതെ വേറൊരുത്തും കൂടെ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഇവന്റെ കയ്യിലൊരു ലാപ്ടോപ്പ് ഉണ്ട്. അതിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്തോ ഒരു ഇക്വേഷൻ അവൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെയും കൂടാതെ വേറൊരു പെൺകുട്ടി കൂടെ അവിടെ ഉണ്ട്. അവളാണെങ്കിൽ പേടി കാരണം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കൂട്ടത്തില് തക്കാഷി ഇല്ല എന്ന് ഹറുഷിക്കോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഡോറ് തുറന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യാതൊരു കാരണവശാലും അതൊന്നും തുറക്കാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറുക്കൻ പറയുന്നത് അത് തുറക്കാൻ പറ്റില്ല, നമ്മളെല്ലാം ഉള്ളത് ആ ഒരു ക്യൂബിന്റെ ഉള്ളിലാണ്. അതെങ്ങനെയാണ് ഇവന് മനസ്സിലായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് അതെല്ലാം കാണാൻ ഒരു ഡിസ്പ്ലേ അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു ഡിസ്പ്ലേയിൽ ആൾക്കാർ പറയുന്നുണ്ട് ആകാശത്തിൽ ഇതുപോലെ വെള്ള ക്യൂബ് വന്നിട്ടുണ്ട്, മിക്കവാറും പിള്ളേരെല്ലാം അതിന്റെ ഉള്ളിലായിരിക്കും. അങ്ങനെയാണ് ഇവർ മനസ്സിലാക്കിയത് ഇവരെല്ലാവരും ഇതുപോലെ ആകാശത്തിൽ ഇങ്ങനെ പൊന്തിക്കെടുക്കുന്ന ആ ഒരു ക്യൂബിന്റെ ഉള്ളിലാണെന്നുള്ളത്. ഹറുഷിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട്? ഈ ഒരു കാര്യം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആ ഒരു ചെറുക്കനോട് ചോദിച്ചപ്പോൾ അവൻ പറയാണ് നീ കണ്ടതല്ലേ, യാതൊരു വഴിയില്ല ഉള്ളിലേക്ക് പോകാനും പുറത്തേക്ക് പോകാനും. ഇനി ആകെയുള്ള വഴി എന്ന് പറഞ്ഞാൽ അടുത്ത ലെവൽ ഗെയിം, അത് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക. അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡിസ്പ്ലേയിൽ എന്തൊരു കാര്യം എഴുതി കാണിക്കുന്നുണ്ട്, അടുത്ത റൗണ്ട് ഗെയിം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള ചാവി കിട്ടും. അപ്പൊ എന്താണ് അടുത്ത ഗെയിം എന്നിങ്ങനെ അവർ ആലോചിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു വാതിൽ ഓപ്പൺ ആയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും ഈ എന്താ പറയാ
തൂണ് പോലെ തോന്നിക്കുന്ന 4 പാവകൾ പുറത്തേക്ക് വരികയാണ്. ഈ ഓരോ പാവയ്ക്കും ഓരോ പേരുകളുണ്ട്. അത് വ്യക്തമായിട്ട് ഇവരോട് വായിക്കാൻ പറയുകയാണ്. ഇനി എന്താണ് ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഈ ഗെയിം കളിക്കണം. ഗെയിം എങ്ങനെയാ കളിക്കാന്ന് വെച്ചാൽ ആ ഗെയിം കളിക്കുന്ന ആളെ നടുവിൽ നിർത്തും. എന്നിട്ട് ഈ 4 പാവകളുണ്ടല്ലോ ഇയാളുടെ കണ്ണ് കെട്ടിയിട്ട് ഇയാളുടെ വട്ടത്തിൽ ഇങ്ങനെ ഓരോ പാട്ട് പാടി ഇങ്ങനെ നടക്കും. എന്നിട്ടുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ അവരൊരു നിർത്താണ്. എന്നിട്ട് അവർ ചോദിക്കും നിന്റെ തൊട്ടു പിന്നിലുള്ള പാവ അതേതാണ്, അതിന്റെ പേര് പറയണമെന്ന്. അതാണ് ഗെയിം. സോ ആരാണ് ആദ്യം വരുന്നതെന്ന് ചോദിച്ചപ്പോൾ സിമ്പിൾ ഗെയിമാണ്. ബാക്കിയുള്ള ഗെയിമിന് നോക്കുമ്പോൾ ഇത് വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ച് പയ്യനുണ്ടല്ലോ അവൻ മുന്നോട്ടേക്ക് വരികയാണ്. ഗെയിം കളിക്കാൻ തുടങ്ങുകയാണ്. അവന്റെ ചുറ്റും ഈ 4 പാവകൾ അങ്ങനെ വട്ടം ചുറ്റി നടന്ന് പിന്നീട് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നിൽ ആരാണെന്ന് അവനോട് ചോദിക്കുകയാണ്. ഇതെങ്ങനെ ഈ പറയാ? ഏകദേശം ഒരു ധാരണയിൽ ഒരു പാവയുടെ പേര് അവൻ പറയുന്നുണ്ട്. എന്നാൽ അത് റോങ് ആയിരുന്നു. ആ ഗെയിമിൽ ഇപ്പോൾ ഈ ചെറുക്കൻ തോറ്റിട്ടുണ്ട്. അടുത്ത നിമിഷം തന്നെ ഈ പാവയുടെ നെറ്റിയിൽ നിന്ന് ഒരു വെളിച്ചം അവന്റെ നെറ്റിയിലേക്ക് വരികയാണ്. അതോടുകൂടിയിട്ട് അവന്റെ മുഴുവൻ കൺട്രോളും ഈ പാവയുടെ കയ്യിലായി. സോ ഈ പാവ ഇനി എന്താണോ പറയുന്നത് അത് അവൻ ചെയ്യണം. അങ്ങനെ ഈ പാവ പറഞ്ഞ കാര്യം എന്താ അറിയോ? നിന്റെ തല നിലത്തടിച്ചടിച്ച് നിന്റെ തല പൊളിച്ചു കളയാൻ. അതുപോലെ തന്നെ ഇവൻ സ്വയം ഉണ്ടല്ലോ തല നിലത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം തല പൊട്ടി അവൻ മരിച്ചു പോവാണ്. ഇനി ആരാ വരുന്നതെന്ന് ചോദിച്ചിട്ട് ബാക്കിയുള്ള 3 പേരുടെ അടുത്തേക്ക് ഈ പാവകൾ ചെല്ലുമ്പോൾ ആരെങ്കിലും മുന്നോട്ടേക്ക് വരുമോ? പേടിച്ച് പിന്മാറുകയാണ്. എന്നാൽ ഈ പാവകളായിട്ട് ഒരാളെ ചൂസ് ചെയ്യാണ്. അതായത് ഹീറോയല്ല, അവന്റെ ആ ഒരു കളിക്കൂട്ടുകാരിയല്ല, വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ പേടിച്ച് കരഞ്ഞോണ്ടിരിക്കുന്നത്, അവളെ ഈ പാവകൾ സെലക്ട് ചെയ്യാണ്. എന്നാൽ അവള് പറയണ ഇല്ല ഞാൻ കളിക്കാൻ വരുന്നില്ല, എനിക്ക് പേടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ നിന്നെ കൊന്നുകളയാന്ന് പറഞ്ഞിട്ട് അവളുടെ തലയിലേക്ക് ലേസർ അടിക്കാൻ നിൽക്കുമ്പോൾ വേണ്ട ഞാൻ കളിക്കാന്ന് പറയാണ്. അങ്ങനെ അവളുടെ കണ്ണും കെട്ടിയിട്ടുണ്ട്. അവളുടെ ചുറ്റും ഇപ്പൊ ഈ ഒരു 4 പാവ അങ്ങനെ വട്ടം ചുറ്റി നടക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം ഓരോന്ന് പറഞ്ഞ് ആ പാവകൾ വട്ടം ചുറ്റിയതിന് ശേഷം നിൽക്കുകയാണ്. എന്നിട്ട് ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് നിന്റെ പിന്നിൽ ആരാണ് പറയാമോ എന്ന്. അവൾക്കത് പറയാൻ കഴിയുന്നില്ല. ഏതാന്ന് വെച്ചിട്ടാ പറയാ, ഇനി തെറ്റിപ്പോയാലോ എന്ന് കരുതിയിട്ട് അവൾ ഇങ്ങനെ ലേറ്റ് ആക്കി അവസാനം ടൈം കഴിഞ്ഞു. അതായത് ആ ഒരു ഗെയിമിൽ അവൾ തോറ്റു കഴിഞ്ഞു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു കെട്ടുപോരി അവൾ അവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ ഈ പാവകൾ വെറുതെ വിടുവോ? അവളുടെ പിന്നാലെ വന്ന് നെറ്റിയിലേക്ക് ആ ഒരു ലേസർ അടിച്ച് അവളുടെ ബോഡി അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്ന് അവളെ കൊണ്ട് തന്നെ അവളുടെ ശരീരം പിച്ച് ചീന്തിപ്പിക്കുകയാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ 2 കാലും 2 വശത്തേക്കാക്കിയിട്ട് അങ്ങനെ അകത്തി കൊണ്ടുപോയി ഒരേറ്റ കീറലാണ്. വളരെ ബ്രൂട്ടലായിട്ടാണ് ഇവർ കൊന്നു കളയുന്നത് കേട്ടോ. ഇതിനുശേഷം ഈ പാവകൾ നേരെ വരുന്നത് ഹറുഷിക്കയുടെ ഒരു ഗേൾഫ്രണ്ട്, പഴയ ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ അവളുടെ അടുത്തേക്കാണ്. എന്ന പേടി കാരണം അവൾക്ക് വരാൻ പറ്റുന്നില്ല. സോ അവളെ രക്ഷപ്പെടുത്താനായിട്ട് ഇത്തവണ ഹറുഷിക്കു ഈ ഒരു ഗെയിം കളിക്കാൻ തീരുമാനിക്കുകയാണ്. അവന്റെ കണ്ണും കെട്ടിയിട്ടുണ്ട്. അവന്റെ ചുറ്റുമായിട്ട് ഇപ്പോൾ ആ പാവകൾ വട്ടം ചുറ്റി നടക്കാൻ തുടങ്ങി. ഇതിനുശേഷം അവറ്റകൾ പതിയെ നിൽക്കുകയാണ്. എന്നിട്ട് പിന്നിലുള്ളത് ആരാണെന്ന് ചോദിക്കുകയാണ്. ഹറുഷിക്കും ഇപ്പൊ വ്യക്തമായിട്ട് അത് ആരാണെന്ന് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ പറയാതെ അങ്ങനെ നിൽക്കുകയാണ്. സമയം തീർന്നു, നിന്റെ സമയം തീർന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു ശബ്ദം കേട്ടപാട് തന്നെ അവന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന പാവ പറയാണ് ഞാൻ നിന്നെ കൊല്ലാൻ പോവാണെന്ന്. എന്നാൽ ആ ശബ്ദം കേട്ടപാടിന് ഹറുഷിക്ക് പറയാണ് എന്റെ തൊട്ട് പിന്നിലുള്ള പാവയുടെ പേര് ഇതാണെന്ന്. അവൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. എന്നാൽ ടൈം കഴിഞ്ഞിട്ട് അവനിങ്ങനെ പറഞ്ഞാൽ ഗെയിം വിജയിക്കില്ലല്ലോ. അവനിപ്പോ ആ ഒരു പാവയുടെ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് ഹറുഷിക്ക് പറയാണ് സമയം കഴിഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ്. അതായത് ടൈം കഴിഞ്ഞു എന്നിപ്പോഴൊരു ശബ്ദം കേട്ടായിരുന്നല്ലോ. ആ ശബ്ദം ശരിക്കും അവന്റെ ഫോണിൽ അവൻ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചതായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പാവകളിൽ ആരും അങ്ങനെ ഇപ്പൊ പറഞ്ഞിട്ടില്ല. അപ്പൊ ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് പിന്നിലുണ്ടായിരുന്ന ആ ഒരു പാവ അവനെ കൊല്ലാനായിട്ട് ഞാൻ നിന്നെ കൊല്ലാൻ വരിക എന്ന് പറഞ്ഞപ്പോൾ ആ തൊട്ടടുത്തുണ്ടായിരുന്ന പാവ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ പേര് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ട്രിക്കിലൂടെയാണ് ഈ ഒരു ഗെയിം ഇപ്പോൾ ഹറുഷിക വിജയിച്ചിരിക്കുന്നത്. ശരിക്കും ഈ പാവകൾ ആകെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഒരു ഗെയിമിൽ അവൻ വിജയിച്ചിരിക്കുകയാണ്. സോ പാവകൾ മുഴുവനായിട്ടും ഇല്ലാതാവാണ്. അവറ്റകളുടെ ഉള്ളിൽ നിന്നും ഇപ്പൊ ഒരു ചാവി പുറത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. ഈ ഗെയിം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഡിസ്പ്ലേയിൽ ഒരു കാര്യം എഴുതി കാണിച്ചായിരുന്നു. ഗെയിം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചാവി കിട്ടുമെന്ന്. ആ ചാവിയാണ് ഇപ്പൊ ഇവരുടെ കയ്യിലുള്ളത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ചാവിയുമായിട്ട് പുറത്തേക്ക് കടന്ന സമയത്ത് ഫുള്ളും വൈറ്റ് നിറത്തിലുള്ള ഒരുപാട് റൂമുകൾ, വരാന്തകൾ, ഇതല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. ഇതേ നേരം തന്നെ കയ്യിൽ ചാവിയും പിടിച്ചുകൊണ്ട് ഒരുത്തിന് ഓടി വരുന്നുണ്ട്. അവന്റെ പിന്നാലെ തന്നെ ഒരു പാവയുണ്ട്. അപ്പൊ ഇവൻ വേഗം ഓടി വന്നിട്ട് ഇവരുടെ കൈ പിടിച്ച സമയത്ത് ആ ഒരു പാവ അവിടുന്ന് തിരിച്ചു പോവാണ്. എല്ലാവരും ഇങ്ങനെ കൈ കോർത്ത് നിൽക്കുകയാണെങ്കിൽ പാവകൾ വന്നിട്ട് ഇവർ അറ്റാക്ക് ചെയ്യില്ല. ഇതേ സമയത്ത് തന്നെ വേറൊരു പെൺകുട്ടിയോട് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അവളുടെ കയ്യിൽ ചാവിയൊന്നുമില്ല. അപ്പൊ ആ വരുന്ന പെൺകുട്ടി അത് മറ്റാരുമല്ല, അത് ടക്കാശി ആയിരുന്നു. ഹറുഷിക്ക് ഓടി ചെന്നിട്ട് അവളുടെ കൈയും പിടിക്കുകയാണ്. അതോടുകൂടിയിട്ട് അവളുടെ പിന്നാലെ വന്ന ആ ഒരു പാവയും പോവുകയാണ്. സോ നിങ്ങളുടെ റൂമിൽ നീ ഗെയിമിൽ ജയിച്ചില്ലേ, നിന്റെ ചാവി എവിടെയെന്ന് ഹറുഷിക്ക് ചോദിക്കുമ്പോൾ ടക്കാശിയുടെ കൂടെ ഉണ്ടായിരുന്നത് ഇച്ചയ്ക്ക, അവനായിരുന്നു. അവനെ കുറിച്ച് അറിയാലോ, ഒരു ദുഷ്ടനാണ്. ഗെയിം ജയിച്ച പാട് തന്നെ ആ ഒരു ചാവിയുമായിട്ട് അവൻ അവിടുന്ന് പോയി. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വലിയൊരു പാവ വന്നങ്ങ് വീഴുകയാണ്. അതിലൊരു ടൈമറും ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കീ ഹോളുകളും ഉണ്ട്. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 7 കീ ഹോളുകൾ. ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലും കൂടി നോക്കുകയാണെങ്കിൽ 4 ചാവി മാത്രമേ ഉള്ളൂ. എന്നാൽ ടോട്ടൽ 7 കീ ഹോൾ ഉണ്ട്. അപ്പൊ ബാക്കിയുള്ളത് 3 എവിടെ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു 3 അവിടെ വന്ന് വീഴുകയാണ്. അത് അങ്ങോട്ടേക്ക് കയറിയത് മറ്റാരുമല്ല, ഇച്ചയ്ക്കയാണ്. വരുമ്പോൾ തന്നെ ഒരു പാവത്തിനെ അടിച്ച് വലിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇതുപോലെ വേറെയും 2 ആൾക്കാരെ അടിച്ചിട്ട് അവരുടെ കയ്യിലുള്ള ആ ഒരു ചാവി മേടിച്ചുകൊണ്ടാണ് ഇച്ചയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ ഈ ചാവി ഇടാനായിട്ട് 7 സ്പേസേ ഉള്ളൂ. 7 ചാവി ഇപ്പോൾ ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ 8 ആൾക്കാരുണ്ട്. അപ്പോൾ ഒരാൾ മുന്നോട്ടേക്ക് വന്ന് ഈ ഒരു ഗെയിമിൽ നിന്നും അവൻ ഒഴിവാകാതെ വേറൊരു രക്ഷയില്ല. ഇത് കേട്ടപ്പോൾ ഇച്ചയ്ക്ക് പറയണം ഒരാൾ ഒഴിവായാൽ പോരെ. ഇപ്പൊ അവൻ പിടിച്ചുകൊണ്ടുവന്ന ആ ഒരു ചെറുക്കനെ കഴുത്ത്
അടിച്ച് കൊന്നുകളയാണ്. അതായത് ഈ ഇച്ചിക്ക യാതൊരു ദയയും ആരോടും കാണിക്കില്ല കേട്ടോ. പിന്നീട് ഇവർ 7 പേരും ആ ഒരു കീ ഹോളിൽ ഈ കീ ഇടുന്നുണ്ട്. അതേ സമയത്തിന് ആ ഒരു ഗെയിം അത് ഫിനിഷ് ആവുകയാണ്. ഇവർ 7 പേരുടെയും പേര് പറഞ്ഞ് നിങ്ങൾ സർവൈവ് ആയിരിക്കുന്നത് പറയണം. ഇതിനുശേഷം ഇതിലൂടെയാണോ ആ ഒരു ബോൾ വന്നത് അത് നേരെ റിട്ടേൺ പോവാണ്. അപ്പൊ അവിടെ ഒരു വഴി ഉണ്ടാവുന്നുണ്ട്. ആ വഴിയിലൂടെ ഇനി ഇവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പുറത്തെ ജനങ്ങൾ വലിയ ഡിസ്പ്ലേയിലൂടെ അവർക്ക് ആരോ ഒരാൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇത് കാണുന്നുണ്ട്. അതുപോലെ നേരത്തെ നമ്മളൊരു പയ്യനെ കണ്ടില്ലേ, റൂമിൽ അടച്ചുകൂട്ടിയിരുന്ന് എന്തൊക്കെയോ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നു. അവൻ വീണ്ടും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും ആ ഒരു എന്താ പറയാ ടണല് പോലെയുള്ള വഴിയിലൂടെ നമ്മുടെ പിള്ളേര് പോയില്ലേ, അവരിപ്പോ എത്തി നിൽക്കുന്നത് മുഴുവനായിട്ടും ഐസ് മൂടിയ ഒരു സ്ഥലത്താണ്. ഇവിടെ ഇനി എന്താണോ അടുത്ത മരണക്കളി എന്ന് ആലോചിച്ച് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു വലിയൊരു ഹിമക്കരടി അതങ്ങോട്ടേക്ക് ചാടി വന്ന് വീഴാണ്. എന്നാൽ അതൊരു പാവയാണ് കേട്ടോ. അപ്പൊ ഇത് വന്ന പാടി തന്നെ പറയുന്നത് എനിക്ക് വെള്ള നിറം ഭയങ്കര ഇഷ്ടമാണ്. അതായത് വെള്ള മനസ്സുള്ള ആൾക്കാരെ, നുണ പറയാത്ത, സത്യം മാത്രം പറയുന്ന, എന്നാൽ അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നുണ പറയുന്ന വൃത്തികെട്ടവന്മാരുണ്ടല്ലോ, അവര് എനിക്ക് തീരെ ഇഷ്ടമില്ല. ഓക്കെ, അതെല്ലാം അവിടെ കിട്ടെ, നമുക്ക് ഗെയിമിലേക്ക് വരാം. ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. അതിന് നിങ്ങൾ സത്യസന്ധമായ മറുപടി പറയണം. നുണ പറഞ്ഞാൽ അടിച്ചു കൊന്നുകളെ ഞാൻ. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അതേതാണ്? ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒന്ന് സമാധാനാവുന്നുണ്ട് കേട്ടോ. കാരണം ഇതിന്റെ ഉത്തരം പറയല് വളരെ എളുപ്പമല്ലേ. ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡിന്റെ പേര് പറയുന്നുണ്ട്. 7 പേരും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു കരടിബൊമ്മ പറയാണ്, നിങ്ങളിൽ ആരും ഒരാൾ നുണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നുണ പറഞ്ഞ ആളായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടില്ലെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എല്ലാവരെയും കൊന്നുകളെന്ന് പറയണം. പക്ഷെ ഞാനാണ് നുണ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആരും മുന്നോട്ടേക്ക് വരുന്നില്ല. എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ട്രിക്ക് കാണിച്ച് ചതിച്ച് ഒരാളെ കൊല്ലല്ലാതെ വേറൊരു വഴിയില്ല. അപ്പൊ ആ കൂട്ടത്തിൽ ഒരുത്തിനെ കാണിച്ച് മറ്റോ പറയാണ്, എടാ നിനക്ക് ബിരിയാണി ഇഷ്ടമെന്നല്ലേ നീ പറഞ്ഞത്, എന്നാൽ നിനക്ക് ബിരിയാണി ഇഷ്ടമാണെന്ന് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതാണ് ഇതാണ്, നിനക്ക് അതൊന്നും അല്ല ഇഷ്ടം, നിനക്ക് വേറെ എന്തോ ആണ് ഇഷ്ടം. ഇതും പറഞ്ഞ് അവനിപ്പോ 2-3 പേര് ചേർന്നിട്ട് നുണയനാക്കാണ്. അവന് മുന്നോട്ടേക്ക് തള്ളി വിടുന്നുണ്ട്. എന്നാൽ അവൻ പറയുന്നുണ്ട്, അല്ല എനിക്ക് ആ ഒരു ഫുഡ് തന്നെയാണ് ഇഷ്ടം, എനിക്ക് ബിരിയാണി തന്നെയാണ് ഇഷ്ടം. ബട്ട് ആ കരടി വിചാരിച്ചു ഇവൻ തന്നെയാണ് നുണ പറയുന്നതെന്ന്. അവിടെ വെച്ച് അവൻ അടിച്ചു കൊല്ലുകയാണ്. ഇതിനുശേഷം അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഹീറോ ഹറൂഷിക്കോ ഇവന് ആർക്കൊക്കെ ഇഷ്ടമാണെന്ന് ചോദിക്കുകയാണ്. ഓരോ ആൾക്കാരും ഇഷ്ടമാണ് ഇഷ്ടമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും അത്ഭുതപ്പെടുത്തിയത് ഈ കഥയുടെ വില്ലനായിട്ടുള്ള ഇച്ചിക ഉണ്ടല്ലോ, അവൻ പറഞ്ഞത് ഹറൂഷിക്കയെ ഇഷ്ടമാണെന്നാണ്. അതുപോലെ ആ ഒരു കളിക്കൂട്ടുകാരി, അവളെ നോക്കുകയാണെങ്കിൽ അവളും ഇഷ്ടമാണെന്ന് തന്നെയാ പറയാ. എന്നാൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ സമയത്ത് അവസാനം ഹറൂഷിക്കയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അതിനുത്തരം അവൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നോ എന്നാണ്, എനിക്ക് എന്നെ ഇഷ്ടമില്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു വെള്ളക്കരടി പറയാണ്, ഇല്ല ഈ കൂട്ടത്തിൽ ആരും ഒരാൾ വീണ്ടും നുണ പറഞ്ഞിട്ടുണ്ട്, സത്യം പറഞ്ഞു 2 മിനിറ്റുകളിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവരെയും ഞാൻ കൊന്നുകളെന്ന് പറയണം. ആരും ഒരാൾ വീണ്ടും നുണ പറഞ്ഞോ മര്യാദക്ക് പറഞ്ഞോ. ഇപ്പൊ എല്ലാവർക്കും സംശയം ഇച്ചിക്കയാണ്. ഇച്ചിക്ക ഒരു ദുഷ്ടനാണ്, അവനിക്ക് ആരും ഇഷ്ടമുണ്ടാവുന്നില്ല. അപ്പൊ അവൻ എങ്ങനെയാണ് ഹറൂഷിക്കയെ ഇഷ്ടമെന്ന് പറയാ? അപ്പൊ എല്ലാവരും അവനെ നുണയെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇച്ചിക്ക പറയാണ്, എനിക്ക് അവൻ ഇഷ്ടമാണ്, കാരണം അവൻ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ആരെങ്കിലും ഒരാൾ നുണയനായേ മതിയാവുള്ളൂ, എന്നാലേ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 2-3 പേര് നമ്മുടെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളുടെ മേത്ത് കുറ്റിട്ട് കൊടുക്കുകയാണ്. ഇവളേതാണ് ഒന്നും അറിയാത്ത ഈ ചെറുക്കനെ ഇഷ്ടമാണെന്ന് അവളെങ്ങനെയാ പറയാ? അതിനർത്ഥം അവള് നുണ പറഞ്ഞ. ഇതേ സമയത്തിന് അറുഷിക്ക് പറയുന്നുണ്ട്, ഇല്ല അവളെനിക്ക് നേരത്തെ അറിയാം, എന്റെ കളിക്കൂട്ടുകാരിയാണ് അവള്. എന്നാൽ ഇതാരും സമ്മതിച്ചു കൊടുക്കുന്നില്ല. എല്ലാവരും കൂടെ ഇപ്പൊ ഹറൂഷിക്കയുടെ ആ ഒരു ഗേൾ ഫ്രണ്ടിനെ കുറ്റപ്പെടുത്തുകയാണ്. അവസാനം ദേഷ്യം വന്ന ആ ഒരു ഹിമക്കരടി അവളെ തന്നെ അടിച്ച് കൊന്നുകളയാണ്. ഇത് കണ്ട ഹറൂഷിക്കയും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അവൻ ഒരിക്കലും ഈ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല. എന്നാ പിന്നെ അടുത്ത ചോദ്യം ചോദിക്കാന്ന് ആ ഒരു ഹിമക്കരടി പറഞ്ഞ സമയത്ത് ഹറൂഷിക്ക് പറയാണ്, ചോദിക്കാൻ വരട്ടെ, അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഓരോ റൗണ്ടിൽ നീ ചോദ്യം ചോദിക്കുമ്പോഴും നീ പറയാറില്ലേ കൂട്ടത്തിൽ ആരും ഒരാൾ നുണ പറഞ്ഞെന്ന്? നീ ആ പറഞ്ഞത് തന്നെ നുണയാണ്. നീയാണ് യഥാർത്ഥത്തിലെ നുണയ. കാരണം നീ വന്ന വാട് പറഞ്ഞത് നീ ഒരു വെള്ളക്കരടിയാണെന്നാ, നിന്റെ മനസ്സ് ശുദ്ധമാണെന്നാ. എന്നാൽ നിന്റെ മനസ്സ് ഒരിക്കലും ശുദ്ധമല്ല, നീ ഒരു നുണയനാണ്. എന്റെ ഗേൾ ഫ്രണ്ടിനെ അവസാനമായിട്ട് നീ തല്ലിക്കൊന്ന സമയത്ത് നിന്റെ ഉള്ളിൽ ആ ഒരു കറുപ്പ് അത് ഞാൻ കണ്ടു. അപ്പൊ നീയാണ് യഥാർത്ഥ നുണയൻ നീയാണ്. ഇത് കേട്ടപാട് ഈ ഹിമക്കരടിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നാൽ അല്പനേരം കൊണ്ട് തന്നെ അത് ആകെ നിശ്ചലായി പോവാണ്. പിന്നീട് താഴേക്ക് വീഴുന്നുണ്ട്. അല്പനേരം കൊണ്ട് തന്നെ അതിന്റെ ആ ഒരു വെള്ളരൂപം മുഴുവനായിട്ട് കറുപ്പായി മാറുകയാണ്. അതായത് ഈ കരടി വരുമ്പോ തന്നെ പറഞ്ഞ എന്താ, എന്റെ ഉള്ളിൽ ശുദ്ധമാണ്, ഞാൻ ഭയങ്കര സത്യസന്ധനാണ്, എന്റെ ഉള്ളിൽ മുഴുവൻ വെളുപ്പാണ് എന്നൊക്കെ പറഞ്ഞല്ലേ വന്നത്. എന്നാൽ ശരിക്കും അവന്റെ ഉള്ളിൽ മുഴുവൻ കറുപ്പായിരുന്നു. കുറച്ചു നേരത്തേക്കെങ്കിലും എല്ലാവരും അവനെ ഒന്ന് വിശ്വസിച്ചു പോയില്ലേ? നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. വെള്ളക്കരടിയാണെന്ന് കരുതിയിട്ട് അത് സത്യം മാത്രമേ പറയുമെന്ന് കരുതിയിട്ട് അത് മാത്രം വിശ്വസിച്ച് നടക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ ലോകത്തിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഹറൂഷിക്കയെ പോലെ തന്നെ റിയാലിറ്റി മനസ്സിലാക്കുന്ന ആൾക്കാർ അത് കുറച്ചേ ഉള്ളൂ. എന്തായാലും അവസാനമായിട്ട് ആ ഒരു കരടി ഇവരുടെ 5 പേരുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും സർവൈവ് ആയിരിക്കുക എന്ന് പറയണം. ഈ കാര്യങ്ങളൊക്കെ ആര് കാണുന്നുണ്ട്? പുറത്തുള്ള ജനങ്ങൾ കാണുന്നുണ്ട്. ഈ സമയത്ത് ഒരുമാതിരി വിഡ്ഢികളെ പോലെ ഇവരെല്ലാം സെലക്ട് ചെയ്യപ്പെട്ട കുട്ടികളാണ്, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം ആൾക്കാർ ഈ രീതിയിൽ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഇതിലൊന്നും പെടാതെ ഒരു മുറിയിൽ അടച്ചു പൂട്ടിയിട്ട് എന്തോ കാര്യമായിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു പയ്യനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറില്ലേ? ഇപ്പൊ അവന്റെ മൂക്കൊന്നും വായനൊക്കെ ചോര വന്നിട്ട് അവസാനം അവൻ എന്താണോ കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചത് അവൻ കണ്ടുപിടിച്ചതെന്ന് തോന്നുന്നു. എന്നാൽ ഇപ്പോഴും അറിയില്ല ഇവൻ ആരാണ്, ഇവൻ എന്താ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊന്നും അറിയില്ല. ഇതിനുശേഷം വീണ്ടും നമ്മുടെ പിള്ളേരെ കാണിക്കുകയാണ്. ആ റൗണ്ട്
റൗണ്ടിൽ അവർ ജയിച്ചത് കൊണ്ട് തന്നെ അവരിപ്പോ മറ്റൊരു റൗണ്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പുരാതനമായിട്ടുള്ള ഒരു ബിൽഡിംഗ്, എന്തോ ഒരു ക്ഷേത്രം തോന്നുന്നു, അവിടെയാണ് ഇവരിപ്പോൾ ഉള്ളത്. ഇനി എന്തായിരിക്കും അടുത്ത മരണ ഗെയിം എന്ന് ആലോചിച്ച് ഇവരങ്ങനെ നിൽക്കുമ്പോൾ ഒരു പാവ ഇങ്ങനെ പതിയെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ തുറന്ന് വേറൊരു പാവ് വരികയാണ്. അതിന്റെയും ഉള്ളിൽ തുറന്നുകൊണ്ട് വേറൊരു കുഞ്ഞി പാവ് വരികയാണ്. ഇപ്പൊ അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതാണ് അവസാനത്തെ ഗെയിം. ഈ ഗെയിമിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് പുറത്തേക്ക് പോകാൻ കഴിയും. പിന്നീട് എന്താണ് ആ ഒരു ഗെയിം എന്നത് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സാറ്റ് കളിക്കില്ലേ, ആ സാറ്റിന് തുല്യമായിട്ടുള്ള ഒരു സിമ്പിൾ ഗെയിമാണ്. ഇവർ 5 പേരുണ്ട്. ഈ 5 പേരിൽ ഒരാൾ ക്യാച്ചറായിട്ട് മാറും. ഈ ക്യാച്ചർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേലെ ഒരു തകരത്തിന്റെ ഡബ്ബയുണ്ട്. ആ ഡബ്ബ എടുത്തു കൊണ്ടുവന്നിട്ട് താഴെ ഒരു ചുവന്ന വട്ടം കണ്ടോ, ആ ചുവന്ന വട്ടത്തിൽ വെക്കണം. ഇതേ സമയത്ത് ബാക്കിയുള്ള 4 ആൾക്കാർ പോയിട്ട് ഒളിച്ചിരിക്കണം. അങ്ങനെ ഒളിച്ചിരിക്കുന്ന ഓരോ ആൾക്കാരെയും പിന്നീട് ഈ ക്യാച്ചർ ഫൈൻഡ് ചെയ്യണം. ഇനി അവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ പേര് പറഞ്ഞ് ഈ ഒരു ഡബ്ബയിൽ ചവിട്ടുകയാണെങ്കിൽ അപ്പൊ തന്നെ അവരില്ലാതായി പോകും. അതായത് ആ ഒരു ഗെയിമിൽ അവർ ഔട്ടാവും. ഇനി സപ്പോസ് ഈ ക്യാച്ചർ അല്ലാതെ ഒളിച്ചിരിക്കാൻ പോയ ആൾക്കാരുണ്ടല്ലോ, അവർ ഈ ക്യാച്ചർ കാണാതെ ഈ ചുവന്ന വൃത്തത്തിൽ നിന്നും ഈ പാട്ട തട്ടിത്തെറിപ്പിച്ച് കളയുകയാണെങ്കിൽ അവർക്ക് 4 പേർക്കും സർവൈവ് ചെയ്യാം. പക്ഷേ ഈ ഒരു ക്യാച്ചർ അയാൾ ഔട്ടായി പോകും. പക്ഷേ ഈ ഒരു ഗെയിം ഒരുപാട് നേരമൊന്നും കളിക്കാൻ പറ്റില്ല. സൂര്യാസ്തമയം ആകുന്നതിന് മുന്നേ ഇത് ഫിനിഷ് ചെയ്യണം. പക്ഷേ ആരാണ് ക്യാച്ചർ, ഫസ്റ്റ് തന്നെ ആരാണ് ക്യാച്ചർ ആവുക എന്നുള്ളത് ആ ഒരു പാവ തന്നെ സെലക്ട് ചെയ്യും. ഓരോ ആൾക്കാരുടെ കയ്യിലേക്കും ഇതിന്റെ വായിൽ നിന്ന് വന്ന ഒരു സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട്. ഓരോ ആൾക്കാരും ആ ഒരു സ്റ്റിക്ക് എടുക്കുകയാണ്. അതിലൂടെ ആരാണ് ക്യാച്ചർ എന്ന് സെലക്ട് ചെയ്തു. അത് മറ്റാരുമല്ല, ഇച്ചിക്ക് തന്നെയാണ് ക്യാച്ചർ. അവൻ എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ വേഗം തന്നെ കളി ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ആ തകരത്തിന്റെ ഡബ്ബ അത് അവൻ വേഗം കൊണ്ടുവരികയാണ്. എന്നിട്ട് ചുവന്ന വൃത്തത്തിൽ വെക്കുന്നുണ്ട്. ഇതിനുശേഷം ബാക്കിയുള്ള ഒളിച്ചിരിക്കുന്ന എല്ലാവരെയും അവൻ അങ്ങനെ തേടി പോവാണ്. ഹറുഷിക്കോ അതുപോലെ തന്നെ ടക്കാശി, ഇവർ രണ്ടുപേരും പെയറായിട്ടാണ് ഒരു സ്ഥലത്തേക്ക് പോയി ഒളിച്ചിരിക്കുന്നത്. പിന്നെ വേറെ 2 പേരുണ്ടല്ലോ, അവർ ഒളിച്ചിരുന്ന സ്ഥലം വളരെ എളുപ്പത്തിൽ തന്നെ ഇച്ചിക്ക കണ്ടുപിടിക്കുകയാണ്. അവരവിടെ തന്നെ അടിച്ചിട്ട് അവരവിടെ പൂട്ടി വെച്ച് നേരെ പോയിട്ട് അവരുടെ 2 പേരുടെയും പേര് പറഞ്ഞ ആ ഒരു തകരത്തിൽ ചവിട്ടുകയാണ്. അതായത് ആ 2 പേരും ഗെയിമിൽ നിന്നും ഔട്ടായിട്ടുണ്ട്. ഇനി അടുത്തത് ഹറുഷിക്കോ അതുപോലെ തന്നെ തക്കാശി, അവരെയും തേടിക്കൊണ്ട് ഇപ്പൊ ഇച്ചിക്ക പോകുന്നുണ്ട് കേട്ടോ. അവരിയ്ക്കുന്ന ഒരു സ്ഥലം ഇച്ചിക്ക കണ്ടുപിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഹറുഷിക്കോ അപ്പുറത്തേക്ക് ചാടി ഒളിക്കുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന തക്കാശിയെ ഇപ്പൊ ഇച്ചിക്ക കാണുകയാണ്. സോ അവളുടെ പേരും പറഞ്ഞ് ഓടിച്ചെന്ന് ആ ഒരു തകരത്തിൽ ചവിട്ടുകയാണ്. അപ്പൊ 3 പേർ ഔട്ടായിട്ടുണ്ട്. സോ അവസാനത്തിലേക്ക് ഇനി ബാക്കിയുള്ളത് ഹറുഷിക്കോ അതുപോലെ തന്നെ ഇച്ചിക്ക, ഇവർ 2 പേര് മാത്രമാണ്. ഇപ്പൊ സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇച്ചിക്കയ്ക്ക് ഹറുഷിക്കയെ കണ്ടുപിടിക്കാനായിട്ടില്ല. സൂര്യാസ്തമയം ആവാനായിട്ടുണ്ട്. അപ്പൊ സൂര്യാസ്തമയം ആവുന്നതിന് മുന്നേ ഈ ഗെയിം ഫിനിഷ് ആയിട്ടില്ലെങ്കിൽ ഇവർ 5 പേരും മരിച്ചു പോകും. ബാക്കിയുള്ള 3 പേരെ, അതായത് ആ 2 ചെറുക്കന്മാരെയും അതുപോലെ തന്നെ ടക്കാശിയും അവിടെയുള്ള ഒരു റൂമിൽ ഇപ്പൊ ഈ ഒരു ഇച്ചിക്ക പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇച്ചിക്ക ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, ഹറുഷിക്കോ നീ ആയിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഗെയിം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ല നീ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ 5 പേരും മരിച്ചു പോകുന്നു പറയണം. അപ്പൊ അവനോടായിട്ട് മുന്നോട്ട് ഇങ്ങനെ വരാൻ പറഞ്ഞ സമയത്ത് നമ്മുടെ ഈ ഒരു തക്കാശി പറയുന്നത് ഒരു കാരണവശാലും നീ വരാൻ പാടില്ല, ഇവൻ നിന്നെ ചതിക്കുന്നു. എന്നാൽ 2 മനസ്സിലാണ് ഇപ്പോൾ ഹറുഷിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവനിപ്പോ ഒരു ഐഡിയ കാണിക്കുന്നുണ്ട്. ഇതൊരു പഴയ ബിൽഡിംഗ് ആണല്ലോ, അതിന്റെ ഉള്ളിൽ തന്നെ പഴയ യുദ്ധ പട്ടാളക്കാരിടുന്ന ഒരു പടച്ചട്ട ഉണ്ടായിരുന്നു, ഹെൽമെറ്റ് ഒക്കെ ഉള്ളത്. അതവൻ ധരിക്കുകയാണ്. എന്നിട്ട് നല്ല കനയുള്ള ആ ഒരു പടച്ചട്ടയുമായിട്ട് അവൻ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് ഇച്ചിക്ക ഞെട്ടിപ്പോവാണ്. കാരണം ഹറുഷിക്കോ എന്നല്ല, ഏതൊരാളുടെയും മുഖത്ത് നോക്കിയിട്ട് വേണം അവരെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് പറഞ്ഞ ആ ഒരു പാട്ടയിൽ ചവിട്ടാനായിട്ട്. ഇപ്പൊ ഹറുഷിക്കയുടെ മുഖം കാണുന്നില്ലല്ലോ. അപ്പൊ അങ്ങോട്ടേക്ക് ഓടി വന്ന് അവന്റെ ആ ഒരു ഹെൽമെറ്റ് ഇപ്പോ ഈ ഒരു ഇച്ചിക്ക എടുത്ത് മാറ്റുന്നുണ്ട്. ആഹാ ഇത് ഇട്ട് വന്നാൽ നിന്നെ പിടിക്കില്ല എന്ന് കരുതിയോ? ഇത് പറഞ്ഞ് ഇച്ചിക്ക ഓടി ചെന്നിട്ട് അത് ചവിട്ടാൻ നോക്കുമ്പോൾ അവൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. കാരണം ഇച്ചിക്ക അടുത്തേക്ക് വന്നപ്പോൾ തന്നെ ഹറുഷിക്ക അവന്റെ മേത്തൊരു ചങ്ങല് ലോക്ക് ചെയ്തായിരുന്നു. ആ ചങ്ങല് അവന്റെ ദേഹത്തുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഇച്ചിക്കയ്ക്ക് ആ ഒരു പാട്ടയുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഹറുഷിക്കയാണെങ്കിൽ കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് താഴേക്ക് എടുത്ത് ചാടുകയാണ്. അതിന്റെ ആ ഒരു ഫോഴ്സിലാണെങ്കിൽ ഇച്ചിക്ക താഴേക്ക് വീഴുന്ന ഭാഗത്തായിട്ട് മതിലുകൾ ഉണ്ടല്ലോ, ആ മതിലിൽ വന്നിട്ട് അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. താഴെ ഇപ്പോൾ ഹറുഷിക്കോ തൂങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ബലത്തിൽ ഈ ചങ്ങല അങ്ങോട്ട് വിടിപ്പിക്കാനും പറ്റുന്നില്ല. അതിന്റെ അടുത്തേക്ക് വരാനായിട്ട് ഇച്ചിക്കയ്ക്ക് പറ്റുന്നുമില്ല. ഇതേ നേരം തന്നെ ഹറുഷിക്ക പതിയെ താഴ്ന്ന് കയറി വരുന്നു. അതെങ്ങനെ സംഭവിക്കും? അവന്റെ കനം തൂങ്ങിയിട്ടാണല്ലോ ഇച്ചിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ നിൽക്കുന്നത്. പിന്നെ എങ്ങനെയാ ഹറുഷിക്ക കയറി വന്നത്? ഇവിടെയാണ് നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്. ആ ഒരു പടച്ചട്ട അതിന് തന്നെ നല്ല വെയിറ്റ് ആണ്. അതിന്റെ വെയിറ്റിലാണ് ഇച്ചിക്കയ്ക്ക് അനങ്ങാൻ പറ്റാതെ അവൻ അവിടെ നിൽക്കുന്നത്. എന്നാൽ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ആ ഒരു ചങ്ങല അവൻ അഴിക്കുന്നുണ്ട്. അതുപോലെ ഹറുഷിക്കോ ആ ഒരു വീഴ്ചയിൽ അവന് ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവൻ പതിയെ ആ ഒരു ഡപ്പ തട്ടാൻ വേണ്ടി വരികയാണ്. എന്നാൽ അപ്പൊ തന്നെ ഇച്ചിക്ക ഓടി വരുന്നുണ്ട്. എന്നാൽ ആദ്യം ആ ഒരു ഡപ്പ തട്ടി മാറ്റിയത് ഹറുഷിക്കയായിരുന്നു. അതുകൊണ്ട് ഈ ഗെയിമിൽ ഹറുഷിക്ക വിജയിക്കുകയാണ്. ഹറുഷിക്കോ എന്നല്ല, ഹറുഷിക്കയുടെ കൂടെ തക്കാശിയും ബാക്കിയുള്ള ആ 2 ആൾക്കാരും. ക്യാച്ചർ ആയിട്ടുള്ള ഇച്ചിക്ക മാത്രം ഇവിടെ ഔട്ടാവുകയാണ്. സോ അധികം വൈകാതെ ഇച്ചിക്ക ഇവിടെ മരണപ്പെടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ ഒരു മരണഭയത്തിൽ അവൻ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആ ഒരു 3 പാവ വന്നിട്ട് പറയാണ്, നിങ്ങൾ ആരും പേടിക്കേണ്ട, ഞങ്ങൾ നുണ പറയുകയാണ്, ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ആരും ഇവിടെ വെച്ച് മരണപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇച്ചിക്കയ്ക്ക് ഒരു സമാധാനമായത്. പിന്നീട് ഈ ഒരു പരിപാടി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകാശത്തിൽ പടക്കങ്ങളെല്ലാം വെച്ച് പൊട്ടിക്കുന്നുണ്ട്. അതുപോലെ ഇവർക്ക് കഴിക്കാനായിട്ട് ഐസ്ക്രീം പോലെ എന്തോന്ന് കൊടുക്കുകയും ചെയ്യാണ്. ഇപ്പോഴാണ് പിള്ളേർക്കൊക്കെ ഒന്ന് സമാധാനമായത്. നമ്മുടെ തകാശിയുടെ അടുത്തേക്ക് വന്നിട്ട് ഹറുഷിക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഭൂമിയിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഇനി എന്താ ആദ്യമായിട്ട് ചെയ്യുക, നമുക്ക് ഈ ഒരു സ്ഥലത്തേക്കൊക്കെ പോകണമെന്ന് ടക്കാശിയോട് ഹറുഷിക്ക് പറയുന്നുണ്ട്. ഇതേ സമയത്തിന് അവർ ആ ഒരു ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ
ഇപ്പോൾ ആ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലോ അതിൽ എന്തോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരുടെ ആ ഒരു സ്റ്റിക്കിലും എന്തോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഹറുഷിക്കയുടെ ആ ഒരു സ്റ്റിക്കിൽ നീ ജീവിക്കാൻ പോവുകയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ അവന്റെ ആ ഒരു പെണ്ണുണ്ടല്ലോ ടക്കാശി, അവളുടെ ആ ഒരു സ്റ്റിക്കിൽ നീ മരിക്കാൻ പോവാന്നും എഴുതിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും നോക്കുകയാണെങ്കിൽ ഹറുഷിക്കോ അതുപോലെ തന്നെ ഇച്ചിക്ക ഇവരുടെ രണ്ടുപേരുടെയും സ്റ്റിക്കിൽ മാത്രമാണ് നിങ്ങൾ ജീവിക്കാൻ പോവാണെന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ തന്നെ ആ ഒരു പാവകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതായത് 3 പാവകളാണല്ലോ ഉള്ളത്. അതിൽ ഏറ്റവും ചെറുത്തിന്റെ ഉള്ളിൽ നിന്നും ഒന്ന് തുറന്ന് പുറത്തേക്ക് വന്നിട്ട് അത് പറയാണ്, നിങ്ങളിൽ 3 പേര് ഇപ്പൊ മരിക്കാൻ പോവാണ്, 2 പേർക്ക് മാത്രമേ ജീവിക്കാൻ അർഹതയുള്ളൂ. ഇതും പറഞ്ഞ് നമ്മുടെ ഈ ഒരു ഹറുഷിക്കോ നോക്കി നിൽക്കുക അവന്റെ മുന്നിൽ വെച്ച് തക്കാശിയെ ഒരു ലേസർ ഉപയോഗിച്ചുകൊണ്ട് ആ പാവ കൊന്നുകളയാണ്. കൂടെ തന്നെ മറ്റേ ആ 2 ചെക്കന്മാരും. അവസാനം ബാക്കി വന്നത് ഹറുഷിക്കോ അതുപോലെ തന്നെ ഇച്ചിക്ക. ഇവര് 2 പേര് മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഹറുഷിക്കോയ്ക്ക് ഇപ്പൊ മനസ്സ് മടുത്തു പോയിട്ടുണ്ട്. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? എല്ലാവരും കൺമുന്നിൽ വെച്ച് മരണപ്പെട്ടു പോവാണ്. എന്തായാലും അവസാനം ആകാശത്തിൽ പൊന്തി നിൽക്കുന്ന ആ ഒരു വെള്ള ക്യൂബ് ഉണ്ടല്ലോ അതിന്റെ മുകളിലേക്ക് ഇപ്പോൾ ഹറുഷിക്കോ അതുപോലെ തന്നെ ഇച്ചിക്ക ഇവര് 2 പേര് മാത്രം വന്ന് നിൽക്കുകയാണ്. സോ ഇതെല്ലാം കണ്ട ജനങ്ങൾ താഴെ നിന്നും ഉറക്കനെ കൂക്കി വിളിക്കുന്നുണ്ട്, ദൈവത്തിന്റെ മക്കള്, ഇവരാണ് ദൈവത്തിന്റെ ആ 2 മക്കള്. ഇതേ സമയത്തിന് കുറെ നേരമായിട്ട് ഒരു റൂമിൽ അങ്ങനെ അടച്ചുപൂട്ടി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ അവൻ അവസാനം അവന്റെ ആ ഒരു റൂം തുറന്നുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. ഈ ലോകത്തെ ഞാൻ രക്ഷിക്കാൻ പോവാണ്, അതിനുള്ള ട്രിക്ക് എന്റെ കയ്യിലുണ്ട്, ഞാൻ ആ രഹസ്യം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിനുശേഷം വീണ്ടും നമ്മുടെ ഹറുഷിക്കയെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ താഴ്ന്ന് ജനങ്ങൾ വിളിച്ചു പോകുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട സമയത്ത് ഹറുഷിക്ക പറയാണ്, ഈ ലോകത്തിൽ ദൈവം എന്ന് പറഞ്ഞ ഒന്നുമില്ല. എന്നാൽ ഇപ്പൊ അവന്റെ പിന്നിൽ നിന്ന് വേറൊരു ശബ്ദം കേൾക്കുകയാണ്. അതായത് അവസാനത്തെ റൗണ്ടിൽ വന്ന ആ ഒരു ചെറിയ പാവയുണ്ടല്ലോ അത് തന്നെ, അത് വന്നിട്ട് പറയാണ്, നീ പറഞ്ഞത് തെറ്റ്, ഈ ലോകത്തിൽ ദൈവമുണ്ട്. ടോട്ടൽ 6 പേരാണ് ആ ദൈവങ്ങൾ. ഒന്നാമത്തെ ദൈവം നിങ്ങൾ ആദ്യം തന്നെ ക്ലാസ് മുറിയിൽ വെച്ച് കണ്ട ആ ഒരു പംകിൻ തലയുള്ള ആ ഒരു പാവയുണ്ടല്ലോ അത് ആദ്യത്തെ ദൈവം. പിന്നെ പൂച്ചയായിട്ട് വന്നില്ലേ അത് 2ാമത്തെ ദൈവം. പിന്നെ തൂണായിട്ട് വന്ന ആ ഒരു പാവയുണ്ടല്ലോ അത് 3ാമത്തെ ദൈവം. പിന്നെ വന്ന ഹിമക്കരടിയുടെ പാവ അത് 4ാമത്തെ ദൈവം. പിന്നെ അവസാനത്തെ റൗണ്ടിൽ കണ്ട ആ ഒരു പാവകൾ അത് 5ാമത്തെ ദൈവം. ഇനി 6ാമത്തെ ദൈവം അതാരാണെന്ന് അറിയോ? ഈ 5 ദൈവങ്ങളുടെയും തലതൊട്ടപ്പനായിട്ടുള്ള ഏറ്റവും വലിയ ദൈവം അതാരാണെന്ന് കാണണമെങ്കിൽ തിരിഞ്ഞു നോക്കുന്നു പറയാണ്. ഇപ്പൊ ഹറുഷിക്കോ തിരിഞ്ഞു നോക്കാണ്. നോക്കുമ്പോൾ കാണുന്നത് ഒരു പിച്ചക്കാരനെയാണ്. ഇയാളെ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. കുറച്ച് പിച്ചക്കാര് ഒരു റേഡിയോയിൽ എന്തോ കേട്ടോണ്ടിരിക്കുമ്പോൾ ആ റേഡിയോ വർക്ക് ആവാതായപ്പോൾ അതിലൊരു തട്ടും തട്ടി അതിനെ നേരാക്കി കൊടുത്ത് ഒരു പിച്ചക്കാരൻ പോയില്ലേ, അതേ പിച്ചക്കാരൻ തന്നെയാണ്. ഇയാളാണ് ആ 5 ദൈവങ്ങളുടെയും മുകളിലുള്ള ദൈവം. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. ആക്ച്വലി ഇവിടെ എന്തേ സംഭവിച്ചത്? ആ ദൈവങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഹ്യൂമൻ വേൾഡ് ആണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ലോകത്തിന് വേണ്ടി ഒരു ഗോഡും വേണം, അതുപോലെ തന്നെ ഒരു ഡെവിലും വേണം. സോ അവരെ 2 പേരെയും തിരഞ്ഞെടുക്കാനായിട്ട് നടത്തിയ ഒരു ഗെയിമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. സോ ഗോഡായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റാരെയല്ല ഹറുഷിക്കോ, അതുപോലെ ഡെവിളായിട്ട് വന്നിരിക്കുക ആരായിരിക്കും? ഇച്ചിക്ക തന്നെ. കാരണം അവന്റെ ഓരോ പ്രവൃത്തിയും ഒരു ഡെവിളിന് തുല്യമായ രീതിയിലായിരുന്നല്ലോ. എന്നാൽ ഇത് തന്നെയാണോ അവസാനത്തിൽ ഉദ്ദേശിച്ചെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഇതിനൊരു 2ാം ഭാഗം വരാനിരിക്കുന്നുണ്ട്. അതിലൂടെ മാത്രമേ വ്യക്തമായിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുപോലെ കുറെ ദിവസം ഒരു റൂമിൽ നിന്ന് എന്തൊക്കെയോ കണ്ടുപിടിച്ച് അവസാനം അവൻ പുറത്തേക്ക് വന്ന് അവനൊരു കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ ഈ ലോകത്തെ രക്ഷിക്കാൻ പോവാണ്, അതിനുള്ള ട്രിക്ക് എനിക്കറിയാമെന്ന്. അപ്പൊ ആ ഒരു കാര്യം എന്താണെന്നും ഈ ഒരു ഭാഗത്തിൽ നമ്മളെ കാണിക്കുന്നില്ല. എന്നാലും ഈ ആദ്യ ഭാഗത്തിൽ നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് കുറേയധികം ഗെയിമുകളായിരുന്നു. അതായത് സ്ക്വിഡ് ഗെയിം എന്ന വെബ് സീരീസിൽ നമ്മൾ കണ്ടതുപോലെയുള്ള ഗെയിമുകൾ. എന്നാൽ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അത് ഇതിന്റെ അടുത്ത ഭാഗത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ സ്ക്വിഡ് ഗെയിം അതിന്റെ 3ാമത്തെ ഭാഗം കാണാനായിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ വേറൊരു ചാനലാണ് കേട്ടോ, സീരീസ് ചാനൽ. അപ്പൊ എല്ലാവരും നേരെ അതിലേക്ക് പോയിട്ട് പറ്റുമെങ്കിൽ 3ാമത്തെ ഭാഗം കണ്ടു തുടങ്ങിക്കോ. ഇനി മുതൽ ഓരോ ഭാഗങ്ങളും ആ ഒരു ചാനലിലാണ് വരിക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.